ഓച്ചിൻസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കുളിച്ചു വന്ന വിക്രമിനോട് ഇനി ഈ ഫോൺ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന വേദയാണ്. എന്നാൽ ഇത് നന്നായി എന്നും താൻ പുറത്തു പോവാണെന്നും പറയാണ്. വിക്രം പോയി വാതിൽ തുറന്നു നോക്കി. എന്നാൽ വാതിൽ തുറക്കുന്നില്ല. ഇത് കണ്ട വേദ പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ആരുമില്ല, ആരെയും കാണാത്തതിനാൽ വാതിൽ പുറത്തു നിന്ന് അടച്ചു പോയി എന്ന്. വേദ വിക്രമിനെ ഇട്ട് ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിന്ന് നമ്മുടെ ഹണിമൂൺ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് വിക്രമിനെ വെറുപ്പിക്കുകയാണ്. പിന്നീട് വേദ റൂമെല്ലാം വൃത്തിയാക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ജോസഫ് വിക്രമിൻ്റെ വണ്ടിയുമായി വരുന്നത്. ഗേറ്റ് പൂട്ടിയതുകൊണ്ട് അവിടെ ആരും ഇല്ലെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ജോസഫ് അവിടെ നിന്നും പോവാണ്. ബൈക്കിൻ്റെ സൗണ്ട് കേട്ട് വിക്രം റൂമിൽ നിന്നും വന്നു നോക്കിയതും ജോസഫിനെ കണ്ട് കുറേ വിളിച്ചു. എന്നാൽ ജോസഫ് അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവാണ്. പിന്നീട് വേദ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ വിക്രം വേണ്ടെന്ന് പറയുന്നുണ്ട്. വേദ ഓരോന്ന് പറഞ്ഞ് വിക്രമിനെ കൊതിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ചായ കളയാൻ വേണ്ടി പോവാണ് വിക്രം. കളയാൻ നേരം കുടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ചായ മൊത്തം വേദ കാണാതെ കുടിക്കുന്നുണ്ട് വിക്രം. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസിനെ വിളിച്ച് വിക്രം വീട്ടിലില്ല എന്ന് പറയുന്ന ജോസഫിനെയാണ്. പിന്നീട് കാണിക്കുന്നത് ജീനയും രാധയും ചായ കുടിക്കുന്നതും. ജീന രാധയോട് പറയുന്നുണ്ട്, നിന്റെ ആവശ്യത്തിന് വെക്കുന്ന പണം വിക്രമിനായി ഉപയോഗിക്കുന്നത് നിനക്ക് നല്ലതല്ല എന്നും ഇത് എന്തിലേക്കോ ഉള്ള നാശത്തിലേക്കാണെന്നും. എന്നാൽ രാധ വിക്രമിന് പ്രതികൂലമായി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് രാധയുടെ ഓട്ടോ പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത്. ഇത് കേട്ട ജീന പറയുന്നുണ്ട്, ഇങ്ങനെയും പണം കൊടുക്കാൻ ഉണ്ടായിട്ടും നീ വിക്രമിനെ സഹായിച്ചത് എന്തിനാണെന്ന്. എന്നാൽ രാധയെയും കൂട്ടി പോവാണ് ജീന അവിടുന്ന്. പിന്നീട് കാണിക്കുന്നത് വേദ വിക്രമിനെ കളിയാക്കി ഓരോന്ന് പറയുന്നതാണ്.